നമ്മളിപ്പോൾ ഉള്ളതേ തിരൂരിൽ നമ്മളെ ലോറി ആക്സിഡന്റ് നടന്ന അർജുൻ്റെ ആ ലൊക്കേഷനിലാണ് ഉള്ളത്. ഇപ്പോൾ ആ കാണുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കാവൽക്കാരനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അവൻ്റെ അനുവാദം വാങ്ങി ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇതെല്ലാം നടന്നു. അപ്പോൾ ഇത് അവരുടെ ആ ഒരു അപകടത്തിൻ്റെ ഒരു സ്മാരകമായിട്ട് അവിടുത്തെ ആളുകൾ സ്ഥാപിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ 2 ദിവസം മുമ്പ് വരെ വിളക്കും കത്തിച്ച് പൂവൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു അടയാളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്നും അവിടെ വിളക്ക് കത്തിക്കാറുള്ള പോലെ മഴയായതുകൊണ്ടായിരിക്കാം ഇന്ന് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ പൂക്കളൊക്കെ നല്ല പുതിയ പൂക്കളാണ്. നമ്മുടെയൊക്കെ മലയാളികളുടെ മനസ്സിൽ ഒരു തീരാ ദുഃഖമായിട്ട് കിടക്കുന്ന നമ്മുടെ അർജുൻ്റെ ആ ഒരു സ്ഥലമാണിപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ്. ഗംഗാവലിപ്പുഴയിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ചില സമയത്ത് മഴയാണ്. കാലാവസ്ഥ വളരെ മോശമായിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെയൊക്കെ ഒരു മാസത്തോളം മുൻമുനയിൽ നിർത്തിയ അർജുൻ്റെ അപകടം നടന്ന സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ കാഴ്ച. അപ്പോൾ നമ്മുടെ കാവൽക്കാരന് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. 2 മിഠായി മാത്രമേ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇതുവഴി പോകുന്ന ലോറി ഡ്രൈവർമാരൊക്കെ ഈ ഒരു പട്ടിക്കുട്ടി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിക്കുക. എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്താൽ നല്ലതായിരുന്നു. ഇവിടെ തൊട്ടടുത്തൊന്നും വീടുകളോ സൗകര്യമൊന്നും ഇല്ല. അങ്ങനെ ഭക്ഷണം വേസ്റ്റൊന്നും കിട്ടാനുള്ള ഒരു സൗകര്യമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ അർജുൻ്റെ ലോറി ആക്സിഡൻറ്റ് ശിരൂരിൽ അപകടം നടന്നിട്ട് ഇന്നേക്ക് 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ജൂലൈ 16-നായിരുന്നു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊക്കെ അർജുൻ്റെ ആത്മാവിനൊക്കെ വേണ്ടിയിട്ട് അവിടെ പ്രയാസപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം.